ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ബജിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് കോളിഫ്ലവർ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഹാഫ് കുക്കായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കോൺഫ്ലവറാണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവറും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ കോളിഫ്ലവർ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മൈദ ആഡ് ചെയ്യണം. മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷമാണ് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ട ഒരെണ്ണം എടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കോളിഫ്ലവർ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു മുട്ട, പൊടിക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റ് ഒരു മുട്ട എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ആഡ് ചെയ്തു. മുളക് പൊടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ കറക്റ്റായാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബജി റെഡി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. മാവ് വേറെ നിൽക്കും, കോളിഫ്ലവർ വേറെ ആയിട്ട് നിൽക്കും. ഞാനിതുപോലെ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴത്തേക്കും ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ബജി നമുക്ക് റെഡിയായി കിട്ടും. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നത് 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ചായയൊക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് കുടിക്കാം. നൈനും അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നുണ്ട്, ബജിയും കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി വിട്ടുപോയി, നമ്മൾ നാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുകയും കൂടി വേണം. അതിൻ്റെ ഹാഫ് ഒഴിച്ചാൽ മതി, ഒരു നാരങ്ങയുടെ ഹാഫ് അതും കൂടി ഒഴിച്ചാൽ കറക്റ്റ് പാകത്തിനായിരിക്കും ആ ബാറ്റർ ശരിയാവുന്നത്. അത് അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് എല്ലാവരും നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഒന്നുകൂടി എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.